നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്ന് നമ്മൾ പ്രകാശവേഗതയെക്കുറിച്ചും പിന്നെ ചൊവ്വയിലേക്ക് രാവിലെ വൈകിട്ട് വരുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അത് കേട്ട് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാർ വരുന്നുണ്ട്. അത് അവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവർ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. 5000 വർഷം മുമ്പാണ് സോളമൻ ചക്രവർത്തി, അതായത് സുലൈമാൻ നബി, ഈ ലോകം മുഴുവൻ ഭരിച്ചത്. പിന്നെ ആരും അതിനുശേഷം വരുമ്പോൾ ലോകം മുഴുവൻ ആരും ഭരിച്ചിട്ടില്ല. ആ സോളമൻ ചക്രവർത്തി സുലൈമാൻ നബിയുടെ കാലത്ത് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് അവരെ രാജസിംഹാസനം, വളരെ പ്രത്യേകതകളാണ് രാജസിംഹാസനം. അവിടെ ഒരു ഈ രാജ്ഞി സുലൈമാൻ നബിയുടെ സ്ഥലത്ത് സന്ദർശിക്കാൻ തീരുമാനിച്ച സമയത്താണ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജിന്ന്, മനുഷ്യവർഗമുണ്ട്, ജിന്ന് വർഗമുണ്ട്, പിന്നെ അങ്ങനെ പല വർഗ്ഗങ്ങളുണ്ടല്ലോ. അല്ല, ജിന്നുകൾക്ക് കുറച്ചുകൂടിയൊക്കെ കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ വിചാരം. നമുക്ക് കാണാൻ പറ്റില്ല ജിന്നുകൾ ഉണ്ടെന്നാണ്. ഇതുകൊണ്ടാ ജിന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുറമേ അവിടെ നല്ല ഗ്രാഹ്യമുള്ള, അതായത് നല്ലൊരു പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞു എന്താണ് കാണുന്നത്, ഞങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നു പറഞ്ഞാൽ. അപ്പോൾ അത് കൊണ്ടുവന്നത് വേഗതയല്ല, അത് മനസ്സാണ്. മനസ്സിന് വേഗതയില്ല. നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് ഇന്ന് നടക്കട്ടെ എന്ന് മനസ്സ് വിചാരിച്ചാൽ അത് നടക്കണം. പക്ഷെ അത് നടക്കാനുള്ള ഒരേ ഒരു അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെ അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിക്കുന്ന ചില സൂഫികൾക്കൊക്കെ ചില അമാനുഷ്യ കഴിവുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ആകട്ടെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയണം. കാരണം മെഹറാജ് പോയി ചരിത്രമുള്ള പ്രവാചകൻ, അത് പലരും അന്ധവിശ്വാസമാണ്, മറ്റു വിശ്വാസങ്ങളുണ്ട്. എന്തിനും അന്ധവിശ്വസിക്കണം? നമ്മൾ പ്രകാശവേഗം സഞ്ചരിക്കുകയാണെങ്കിൽ 100 സെക്കൻഡ് കൊണ്ട്, 1.5 മിനിറ്റ് കൊണ്ട് 300 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാം. 300 ലക്ഷം. അപ്പോൾ ഇത് ഒരു രാത്രി മുഴുവൻ ഇതായിട്ട് വരുന്നത്. ഒരു രാത്രി കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ആകാശവും അന്വേഷിച്ച് വരാമല്ലോ വേണമെങ്കിൽ, വല്ല സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് പോരാണ്. മറ്റത്, ഞാൻ എൻ്റെ നാട് ചെമ്പറിക്കാണ്. ചെമ്പറിക്കിൽ കുറേയധികം പള്ളികളുണ്ട്. 3 പള്ളി ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയുണ്ട്. അതിൽ ആദ്യം പണിത പള്ളിയിൽ അവിടെ 40 പേരാണ് ഈ ജുമാക്ക്. ചില ഒറ്റപ്പെട്ട സ്ഥലത്ത് 12 പേരും ഉണ്ടെങ്കിലും ജുമാ നിലനിർത്താം. അങ്ങനെ ഒരു ചെറിയ സ്കീമുണ്ട്. അപ്പോൾ ഈ 40 പേര് തികയാതെ വരുന്നില്ല. അപ്പോൾ നല്ല പള്ളിയിലെ മൊല്ലാക്കായും മുസ്യാരും അന്യ ദേശക്കാരാണെങ്കിൽ അത് എണ്ണപ്പെടില്ല, നാട്ടിലുള്ളാണെങ്കിൽ എണ്ണവും. അപ്പോൾ 39 പേരുള്ളൂ. മറ്റാളുള്ളത് അന്യദേശക്കാരനാണ്. അപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളുടെ അടുത്ത് ഈ അവിടുത്തെ മൊല്ലാക്ക ചെന്ന് പറഞ്ഞ്, ഇക്കയുടെ പേരൊക്കെ ഞാൻ പറയുന്നില്ല, അത് മരിച്ചുപോയി, ഇങ്ങനെ 40 പേര് വേണം, ഒരാളുടെ കുറവുണ്ട്, ഒന്ന് വന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഇക്ക പറഞ്ഞറിയോ, ഇല്ല പൊന്ന് സ്നേഹിത, എനിക്ക് വരുന്നതുണ്ടെങ്കിൽ ഞാൻ പണ്ടേ വരില്ലേ, തൊട്ടടുത്തല്ല എൻ്റെ വീട്, ഏതോ മടിക്ക് വിട്ടതുപോലെ. മണിപ്പൂർ സംഭവത്തിൽ മോഡിക്ക് വരണമെന്നുണ്ടെങ്കിൽ പണ്ടേ വരാൻ പാടില്ലേ, എന്തുകൊണ്ടാണ് വരാത്തത്? അതാണ് കൊല്ലിൻ്റെ അങ്ങാലിയിൽ നിൽക്കുന്ന മുയലിൻ്റെ കാര്യം പറയുന്നത്. കൊല്ലം മുട്ടുന്നത് ഇരുമ്പലാണ്, പക്ഷെ പിടക്കുന്ന മുയലാണ്. അതുപോലെയാണ് ഓരോ പ്രാവശ്യം രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചതോറും BJPയുടെ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, അവൻ ക്രിസ്ത്യാനി, കത്തോലിക്കൻ, അവന് വേണ്ടി വാദിക്കാണ്ടോ? അതാ പറഞ്ഞത്, രാഷ്ട്രമീമാംസകൻ എന്ന് പറഞ്ഞാൽ അവൻ സയൻറ്റിസ്റ്റായിരിക്കും, അവൻ സൈക്കോളജിസ്റ്റായിരിക്കും, അവന് ഫിലോസഫിസ്റ്റായിരിക്കും. ഇത് മൂന്നും അറിയാവുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും നേതാവ് ഉണ്ടെങ്കിലോ ഈ വൃത്തികൾ ചെയ്യില്ല. രാഹുൽ ഗാന്ധിന് പോകാൻ പാടില്ല. കാരണം അയാൾ ക്രിസ്ത്യാനായിട്ട് അറിയപ്പെടുന്നത്, കത്തോലിക്കായിട്ട് അറിയപ്പെടുന്നത്. അയാളുടെ ജൂനിയർ ആയിൽപ്പെടണം, അല്ലെങ്കിൽ മറ്റേ പ്രസിഡന്റ് വിടും. അയാൾ പല പ്രാവശ്യം പോയി. അപ്പോൾ ഇവന്മാർ പരിശുദ്ധാണ് കണ്ടോ, അയാൾ അവരെ വർഗ സ്വഭാവം കാണിക്കുന്നു, ക്രിസ്ത്യാനിക്ക് ബാധിക്കുന്നു. പറഞ്ഞ മനസ്സിലാകുന്ന കോൺഗ്രസ്സുകാരെ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അവിടെ എല്ലാം ഓരോ സന്ദർശിക്കുമ്പോഴും BJPയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3 സംഭവം പറഞ്ഞു. ഒന്ന് വിദേശ പണത്തെക്കുറിച്ച്, ഒന്ന് ബോംബെയിൽ പൂനെയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന മതപരവും, മറ്റൊന്ന് സ്ത്രീ സംവരണത്തെക്കുറിച്ച്. ഇത് 3ഉം അവരെ സംബന്ധിച്ച് വലിയ നേട്ടമല്ലേ? ആസാമിൽ, പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കല്ലേ? അപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന ഈ ആഴ്ചയിൽ
ഇനി 15 2 ആഴ്ച എടുത്തത്, 27 തീരും, ഒരു 17 20 ഒരാഴ്ച ഉള്ളൂ. ഈ ഒരാഴ്ച നിർണായകമാണ് BJP സംബന്ധിച്ച്. അതിന് അവർ ചെയ്ത വേറൊരു ടെക്നിക്ക്, ഒരു തന്ത്രവും അടവെന്നറിയോ? ശ്രദ്ധിച്ച്, ബുദ്ധിയുടെ അംശം ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ ഫ്രാൻസിസ് ഗോവയിലെ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധനല്ലെന്നും അദ്ദേഹത്തിൻ്റെ ശവശരീരം പുഴുക്കളിൽ നിന്ന് വന്നിട്ട് വളരെ മോശമായിട്ട് മ്ലേച്ഛമായ രീതിയിലാണ് ഹിന്ദുത്വ സംഘടനയുടെ സ്ഥാപക നേതാവ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെതിരെ ഗോവയിലെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസ് ഉൾപ്പെടെ പാർട്ടികൾ അന്വേഷിക്കാൻ പറഞ്ഞ് അവർ പ്രസ്താവന കൊടുത്തു. ഇതും അവർ പ്രചരിപ്പിക്കുന്നത് കേട്ടതേ. അവർ ക്രിസ്ത്യാനി പീഡികളുടെ പാർട്ടിയാണത്. ഹിന്ദുക്കളെ നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ വോട്ട് ചെയ്യണം. അതിന് ബുദ്ധി മനസ്സിലാകുന്നില്ല. അതാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നവർക്കും യാതൊരു ഗ്രാഹ്യമില്ലാന്ന് പറഞ്ഞത്. പിണങ്ങിയിട്ട് കാര്യമില്ല. തന്നെയല്ല, ഈ ഫ്രാൻസിസ് സേവിയർ ഫ്രാൻസിസ് ഗോവയിൽ, ഞാൻ ആ സ്ഥലത്ത് പോയിട്ട്, പള്ളിയിലല്ല ഗോവയിലേക്ക് പല പ്രാവശ്യം പോയതാണല്ലോ. അപ്പോൾ അത് 1500 ആണ്ടാണ്, ഏതാണ്ട് 525 വർഷം മുൻപ്. അതാണ് സ്പെയിൻ. 1000 വർഷക്കാലം മുസ്ലിം രാജ്യമായിരുന്ന സ്പെയിൻ ക്രിസ്തു രാജ്യമാക്കിയത് ആ കാലഘട്ടത്തിലാണ്. തന്നെയുമല്ല, അത് നിർബന്ധ മതപരിവർത്തനം. അച്ഛന്മാരെ സഭാ നേതൃത്വമേ, ഗോവയിലെ ഗോങ്ങിണിമാർ 1000 കൊച്ചിയിൽ വന്നത് ഈ കാലഘട്ടത്തിൽ, ഈ 1500 കാലഘട്ടത്തിലാണ്. അവിടെ നിർബന്ധ മതപരിവർത്തനമാക്കിയപ്പോൾ സാധാരണ വടക്കേ ഇന്ത്യയിലേക്ക് ഹിന്ദുത്വത്തിൽ മാറ്റുമെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനിക്ക് മാറ്റാൻ പറഞ്ഞ് ശല്യം ചെയ്ത് ഉപദ്രവിച്ചു. അപ്പോൾ ആത്മരക്ഷാർത്ഥം ഒന്നുമില്ലാതെ ഉടുതുണിയായിട്ടാണ് ഗോവയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് കൊങ്ങിണിമാർ. 1-2 ഇല്ല. അതാണ് എവരി ആക്ഷൻ ഹാവ് എ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്നൊരു തത്വമുണ്ട്. എവരി ആക്ഷൻ ഹാവ് എ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. നിങ്ങൾ അന്ന് ചെയ്ത് ആ അന്യായത്തിൻ്റെ ഫലം ഗോവയിലേക്ക് നിങ്ങൾ അനുഭവിക്കാൻ പോകണം. നിങ്ങളതല്ല ഞങ്ങൾ മുസ്ലിം ചെയ്താലോ തന്നെയാണ്, ഇത് തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയുടെയും സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ പാർശ്വഫലം ഉണ്ടാവും. ഇപ്പോൾ ഗോവയിൽ പ്രശ്നമാണോ, മണിപ്പൂരിൽ പ്രശ്നമാണ്. ഇതൊക്കെ അവർ കരുതി കൂടി ഉണ്ടാക്കുന്ന. അങ്ങനെ ഉണ്ടാക്കി ഹിന്ദുക്കൾ മുഴുവനും അവർ കൂടി ന്യൂനപക്ഷങ്ങളൊക്കെ ഒറ്റ കിട്ടി നിർത്തി പോകാനുള്ള ഒരു തന്ത്രമാണ്. ആ തന്ത്രം മനസ്സിലാക്കാൻ നമ്മൾ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല പറയാൻ. അങ്ങനെയാണെങ്കിൽ 540 സീറ്റുള്ളെടുത്ത് കോഴിക്കോട് വയനാട് മത്സരിക്കില്ലോ. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ ഈ നിർണായക സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നിയമമൊക്കെ ഉണ്ടാക്കിയതിനായ വനിതാ സംവരണമൊക്കെ അത് കരുതിക്കുട്ടിയാണ്. അവർക്കറിയത് പാസ്സാവില്ല എന്ന്. പക്ഷെ അതിൻ്റെ പേരിൽ പറയാണ്, എന്താ പറയുന്നുണ്ടോ, ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ ഇവിടുത്തെ കത്തോലിക്ക കോൺഗ്രസും പ്രതിപക്ഷം നയിക്കുന്നതും ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ ദൈവീത വനിതകളെ സഹോദരിമാരെ ഞങ്ങൾ വോട്ട് ചെയ്യൂ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടട്ടെ. എന്തോ വലിയ പരസ്യം, എന്തൊരു പ്രചരണം, എത്ര ടെക്നിക്കാണ്. ഈ ചാണകം തിന്ന ആൾക്കാർക്ക് അത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുമോ? ഇതാണ് കാര്യം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സഭയോടും സഭാ നേതൃത്വത്തോടും പറയുന്നത്, നിങ്ങൾ ആവശ്യത്തില്ലാതെ അസ്ഥാനത്തും ഈ ഇന്ത്യയിലെ 20% വരുന്ന മുസ്ലിം സമുദായത്തെ എതിർക്കാനുള്ള ശ്രമം ക്രിസ്ത്യക്കും കാശ് കൊണ്ടൊക്കെ ചെയ്ത് നിങ്ങൾ മാറി നിൽക്കുകയാണ്. കുട്ടിക്കൊരു ചുടിയോറും മാന്തിക്കും പോലെ മാന്തി നിങ്ങൾ ആസ്വദിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയേ. പക്ഷെ അത് നിങ്ങൾക്കൊരു കുട്ടി അപകടം ചെയ്യും. ഇതിൽ മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യരുത്. മുസ്ലിമും ക്രിസ്ത്യാനിയും ഇന്ത്യയിൽ ഒരേ തൂവൽ പക്ഷികളാണ്, 2 ന്യൂനപക്ഷ സമുദായങ്ങളാണ്. രണ്ടുപേർക്കും പരസ്പരം സഹകരിച്ചു പോയിട്ടാണ്. അത് ക്രിസംഖികളുടെയും ഇപ്പോൾ കാസ ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ്, അമേരിക്കൻ സൃഷ്ടിയാണ്. കാസ ബാംഗ്ലൂർ ജോലി ഇറങ്ങി എന്തൊരു തീവ്രമായ അവരൊക്കെ ശ്രമം കണ്ട് നിങ്ങൾ കൈകൊട്ടി അല്ലെങ്കിൽ ഉള്ളോട് ചിരിക്കുന്നുണ്ടല്ലോ. അത് വേണ്ട സഭയെ, അതൊക്കെ നിങ്ങൾക്ക് അപകടമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഏതാണ്ട് 1.5 വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് 150 പേരുണ്ട് ഈ പെന്തക്കോസ് വിഭാഗം പോലെ പുതിയ ക്രിസ്ത്യാനിയായിട്ട്. 15 ഹിന്ദുത്വ ഭീകരത്വമല്ല, ഹിന്ദുത്വ തീവ്രവാദികൾ വന്നോടില്ലോ, ഇവരെല്ലാം ഓടിപ്പോയി. അപ്പോൾ പൈസ കൊടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ അടി ഉണ്ടാവുന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അടിയോട് വന്നവർ പേടിച്ചു. മറിച്ച് ഒരു മുസ്ലിം സംഘടന 100 പേരുള്ളൂ, 1000 പേര് സംഘ് പരിവാർ പറ്റുക, നിന്നടിക്കും. അതാണ് അവരുടെ നേച്ചറും അവരുടെ കൾച്ചറും. അതാണ് ഞാൻ അടിക്കാൻ പ്രോത്സാഹിപ്പിക്കല്ല. അപ്പം അങ്ങനെ പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്ന ഒരു വിഭാഗം ഇന്ത്യയിൽ പ്രവർത്തികളിൽ ലോകത്തുണ്ട്. അതിൻ്റെ നേതൃത്വം സംഘ് പരിവാർ പറയുന്നത് അതിന് ഈ ലോകത്തിലെ മുഴുവൻ നേതൃത്വം കൊണ്ട് കേരളത്തിൽ കത്തോലിക്ക പുരോഹിതന്മാരും അതാണ് പറഞ്ഞത്. കേരളത്തിലെ ഇന്ത്യയിലും എല്ലാം ഇന്ത്യക്ക് വെളിയിലും
ഒരു പരിധി ശരിയാണ്. വേറെ ആരും ഒരു ആയുധം അങ്ങനെ പോകുന്നില്ല. കേരളത്തിലെ മിഷണറിയാണ് കംപ്ലീറ്റ് ഈ മതവിരുദ്ധം ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അപകടം ചെയ്യും. നിങ്ങൾ കുറച്ചുകൂടി ഒതുങ്ങുക, കുറച്ചുകൂടി വിനയം കാണിക്കുക, കുറച്ചുകൂടി തന്ത്രമായിട്ട് നിൽക്കുക. ഈ അമിതമായ സ്വാധീനം അന്യായമായി പിടിച്ചെടുക്കലൊക്കെ നിർത്തുക. അങ്ങനെ ബുദ്ധിയുള്ള നിങ്ങൾ, ബുദ്ധിയില്ലാത്തവരെ മണ്ടന്മാരെ പറ്റിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നലെയും നാളെ ഇതൊക്കെ തിരിച്ചടി കിട്ടും. അതാണ് സംഗതി. ഇനി നമ്മുടെ മറ്റൊരു വിഷയം പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി അറിയിപ്പാരാണ്. ഇന്ന് ജയശങ്കർ പോലെയുള്ള വക്കീൽ, പുള്ളി വലിയ പുണ്യവാളിലും വലിയ സംഘപരിവാറിൻ്റെ പരമേശ്വർജിക്ക് ശേഷം പഠിക്കുന്ന ആളാണ്. ഇപ്പോൾ പരമേശ്വർജി ആകെ പഠിക്കുന്ന ആളാണ് ജയശങ്കർ. പറയും എത്ര താത്വികമാണ്, പക്ഷെ ഉള്ളിൽ മുഴുവൻ പിന്നെ ദുഷ്ടതയാണ്, സംഘപരിവാറിൻ്റെ കൂലികളാണ്. അദ്ദേഹം 3 പേർക്കും തുല്യമായിട്ട് വീതിക്കും. അത് ഞാൻ നിങ്ങൾക്ക് അറിവായിട്ട് കൊടുക്കുകയാണ്. KCയും OCയും ചാസിയും എന്ന് പറയുമ്പോൾ രമേഷും സതീശനും വേണുഗോപാലും 3 നായന്മാരാണല്ലോ. അയാൾ പുള്ളി പക്ക നായർ, തീവ്രമായ വർഗീയമായ നായർ കൂടിയാണല്ലോ ഈ സതീശ്, ഈ ജയശങ്കർ. അതെന്തോ ന്യായം? പാർലമെൻറ്റിൽ MP-മാർ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ഏകകണ്ഠേന തീരുമാനിച്ചാണ് MP-മാരും മത്സരിക്കേണ്ടത്. മത്സരിച്ച് കഴിഞ്ഞ് ഏതാണ്ട് കോൺഗ്രസ് ഒരു മുന്നോക്കം അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടെന്ന് കണ്ടപ്പോഴേ പിന്നെ ആ നിയമം മാറ്റി പാർലമെൻറ്റിൽ നിന്ന് KC ബോർഡുകൾ വഹിക്കാൻ ഇന്ന് സുധാകരൻ പറയുമ്പോഴേ തല്ലുകൊള്ളാത്തോണ്ടിൽ സുധാകരൻ പറയുന്നത്. സുധാകരൻ മാത്രമല്ല, വേറെ കോഴിക്കോട് ഒരു രാഘവനായിട്ട് ഒരു MP ഉണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിങ്ങളെ വോട്ടിട്ട് ജയിച്ചതാ. അവരും പറയുന്നുണ്ട് ഈ തത്വം. അതൊന്നും വേണ്ട. KC വേണുഗോപാൽ അക്കാര്യത്തിൽ മോശമുള്ള അഭിപ്രായം നമുക്കില്ല. ഈ 3 പേരിൽ കുറച്ചുകൂടി ശാന്തനും കുറച്ചുകൂടി ക്ഷമാശീലനുമാണ്. രമേഷ് ജി ആണെങ്കിൽ ആൾ പാവമാണ്, പക്ഷെ മണ്ടനാണ്. സതീഷ് ആണെങ്കിൽ പാവമൊന്നുമില്ല, മണ്ടൊന്നുമല്ല, വലിയ ഒരു ബുദ്ധിമാനൊക്കെയാണ്, പക്ഷെ അല്പം അഹങ്കാരം ധിക്കാരം വരുന്നു ആ സംസാരത്തിൻ്റെ പെരുമാറ്റത്തിലേക്ക്. അത്രയൊന്നും പറയാനുള്ള ഒരു പ്രതിപക്ഷ കേരളത്തിലെ UDF പ്രതിപക്ഷ നേതാവിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനത്തിലേ ഉള്ളൂ. അത്ര കണ്ട് കട്ടായും കട്ടയും വേണ്ട. അതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ സതീശൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല UDF ജയിക്കുകയാണെങ്കിൽ അത് കാരണം 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ 37% വോട്ടും കിട്ടിയിരിക്കുന്നത് UDF-നാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഭരണം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. അല്ലെ സതീശൻ്റെ രമേഷ് ജി KC ഗോപാലിനൊന്നും ഇതല്ല. എവിടെ KC വേണുഗോപാൽ, സതീശൻ, രമേഷ്, നിങ്ങൾ എത്രയുണ്ട് വോട്ടിംഗ് പെർസെൻറ്റ്? 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടുള്ളൂ നിങ്ങളുടെ, അല്ലെങ്കിൽ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടുള്ളൂ ഈഴവൻ്റെ UDF-ന്, 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടുള്ളൂ ദളിതിൻ്റെ, 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യാനികളുടെ. കേരളത്തിൽ വോട്ടിംഗ് പാറ്റേണാണ്. അല്ലെങ്കിൽ ഞാൻ ദുഃഖകര കാര്യം പറയട്ടെ, നമ്മുടെ അടൂർ പ്രകാശ് ജി, അദ്ദേഹം സാധാരണക്കാർ ഒരു വലിയ അലമ്പില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. പണമൊക്കെ ഉള്ളതാണ്, പിന്നെ ബാർ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം പെട്ടെന്ന് കൈയും കാലം തളർന്നൊരു അസുഖം വന്നിരിക്കുകയാണ്. അതിന് ചികിത്സയുണ്ട്, വോട്ടുണ്ട്, 4-ാം തീയതി വരും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. മനുഷ്യരെല്ലാം പ്രതീക്ഷ എത്രയും പെട്ടെന്ന് അസുഖം മാറി വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സംഭവം പറയും. അപ്പോൾ പക്ഷേ അതും ജയിക്കാൻ പറ്റുമോ? ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഈ മണ്ടന്മാരോട് പറയാണ്, 1, 1, 2, 1, 3, 5, 8 വോട്ട് അവരേ ഉള്ളൂ. ഒരു 35-37 വോട്ടിൽ വേണം ഭരിക്കണമെങ്കിൽ, 3ആയി തിരിഞ്ഞാൽ തന്നെ. അപ്പോൾ 37 8 വഴിക്ക് 29 വോട്ട് വരെ. ഈ 29 വോട്ട് കിട്ടി കോൺഗ്രസിനെ UDF-നെ ഭരണത്തിലേക്ക് കയറ്റുന്നത് ഈ മുസ്ലിങ്ങളുടെ വോട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ മുസ്ലിം എന്ന് പറഞ്ഞത് പറയേണ്ട കാരണമുണ്ട്. ഇത്രയും ശക്തരും സംഘടിതരും ആയ ഈ സമൂഹം മൊത്തത്തിൽ പത്രക്കാർ ഉൾപ്പെടെ പാർട്ടിക്കാർ ഉൾപ്പെടെ ആ പേര് ഉച്ചരിക്കുന്നില്ല. 28-30% വോട്ട് കിട്ടുന്നൊരു വിഭാഗം ഉണ്ടെങ്കിൽ അവരുടെ പേര് കൊണ്ട് ഉച്ചരിക്കണ്ടില്ലേ മുഖ്യമന്ത്രിയായിട്ട് പദത്തിലേക്ക്? ഇല്ല, അവരങ്ങനെ വിഭാഗം ഉണ്ടെന്ന് പറയുന്നില്ല. ഒരു കാര്യം, ഏത് പത്രക്കാർ വെച്ചാലും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയാലും ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കുറിച്ച് വേണ്ടതില്ല. സതീഷാകട്ടെ. അതുകൊണ്ട് ഞങ്ങളെന്ന് വെച്ചാൽ ജനതാദൾ നാഷണലിസ്റ്റും ഇപ്പോൾ ഈ വോയിസ് പിന്നെ ഷാബിഷൻ ചാനലും പറയുന്നത് തൽക്കാലം പോരായിക്കൊണ്ടില്ലെന്നല്ല, തൽക്കാലം VM സുധീറിനെ മുഖ്യമന്ത്രിയായി കാണിക്കുക. അതേ മറ്റ് പോരായികയില്ല. അദ്ദേഹത്തിന് സ്വാഭാവിക ചില വീക്ക്നെസ് ഉണ്ട്. അതെന്തായാലും ഒരു വലിയ പൊങ്ങച്ചുകാരനൊന്നുമല്ല, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലും ആൾ കുഴപ്പക്കാരല്ല.
തൽക്കാലം 2 വർഷത്തേക്ക് അദ്ദേഹത്തെ ആക്കൂ. അത് സതീശനെയും പിന്നെ രമേശിനൊക്കെ മാന്യമായ റവന്യൂ വകുപ്പുണ്ട്, പിന്നെ എന്താണ് ആഭ്യന്തര വകുപ്പുണ്ട്. ഇത് രണ്ടുകൂടി കിട്ടായിരിക്കും മാറി മാറി. അല്ലാതെ AC വേണുഗോപാൽ വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാകില്ല മന്ത്രിസഭയിൽ എന്നൊക്കെ പറഞ്ഞ് വീമ്പെടുക്കാനൊന്നും സതീശ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തെറ്റാണ് ഞാൻ മത്സരിക്കുമെന്ന് പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, രാഷ്ട്രീയത്തിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തെറ്റാണ് മത്സരിക്കും എന്ന് പറയുന്നു. പിന്നെ ഏതാണ് ശരി? പാർട്ടി പറയും പോലെ. അതാണോ നേതാവിൻ്റെ ഗുണം? എന്താണ് ഡെഫിനിഷൻ ജനാധിപത്യത്തിൻ്റെ? നിങ്ങളുടെ ആശയത്തെ ഞാൻ അങ്ങേറ്റം എതിർക്കും. പക്ഷെ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്ന തടസ്സം നേരിട്ടാൽ എൻ്റെ ജീവൻ വരെ കൊടുത്ത് ഞാനത് തടസ്സം നേരിടും. അതാണ് ഡെഫിനിഷൻ, വിശദീകരണം, വ്യാഖ്യാനം. അതുപോലെ മറ്റൊരു വ്യാഖ്യാനമാണ് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുമെന്ന് പറയുന്നതും ഞാൻ ഇലക്ഷനിൽ മത്സരിക്കില്ല എന്ന് പറയുന്നത് ഒരുപോലെ തെറ്റാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പാർട്ടി പറയും പോലെ. ഇപ്പോൾ പാർട്ടി പറയാണ് സതീശൻ മുഖ്യമന്ത്രി ആകണം, അല്ലെങ്കിൽ മറ്റ് മന്ത്രിയാകണം എന്ന് വെച്ചാൽ നിങ്ങളാകണം. അല്ല, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കേസ് വേണോ അല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറയുന്നവർ കാണുന്നവർ കേൾക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞാൽ അതൊക്കെ ഒരു ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. അതൊന്നും വേണ്ട പൊന്നെ സതീഷ, അത്ര ധിക്കാര അഹങ്കാരമൊന്നും വേണ്ട. അതിനുള്ളതൊന്നും ആയിട്ടില്ല, ആകെയില്ല. കോട്ടയത്തെ മേയ്ക്കിൽ പിടിച്ചപ്പോൾ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തി. സുധാകരൻ തള്ളിക്കളഞ്ഞ് പ്രായമായി, ഓർമ്മയില്ല, ഒന്നുമില്ല, തള്ളിക്കളഞ്ഞ്. അത് ആര് പറയുന്നു? വെള്ളാപ്പള്ളി സുധാകരനെ പറഞ്ഞാൽ ഇപ്പോൾ ആരും ശ്രദ്ധിക്കില്ല, PC ജോർജ് പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കും. നിങ്ങളാണ് കോട്ടയത്ത്, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കണേ, കോട്ടയത്ത് മേയ്ക്കിന് വേണ്ടി പിടുത്തുണ്ടാക്കിയത്. ആരാണ് രാജ്യത്തെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾ? ആരാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ്? ആരാണ് KPCCയുടെ പ്രസിഡന്റ്? സുധാകരൻ. ഈ 2 പേരും പിള്ളേരെ പോലെ മേയ്ക്ക് വഴിയില്ല. ഒന്നാമത്തേൽ പ്രതിപക്ഷ നേതാവാണെങ്കിൽ പിന്നെ അവിടെ KPCC സാധനം വരില്ല, 2 ഒരുമിച്ച് വരില്ല. ഞാൻ പറയേ, ഈ ഗുജറാത്തികൾക്ക് കേരളത്തിലേക്ക് ബിസിനസ് സംബന്ധം വരികയാണെങ്കിൽ കുടുംബം ഒരുമിച്ച് ഒരു പ്ലേറ്റ് വരില്ല, ഭാര്യ വേറെ പ്ലേറ്റിൽ, ഭർത്താവ് വേറെ വരില്ല, എന്നിട്ട് ചത്തുപോയി എല്ലാം ഒരുമിച്ച് കൊണ്ടല്ലോ. അപ്പോൾ 2 പേരും ഒരുമിച്ച് വരാറില്ല, അപൂർവ കാര്യം. വല്ല മന്ത്രിസഭ കുടുംബം അല്ലെങ്കിൽ മീറ്റിങ്ങിലേക്ക് വരുള്ളൂ. ഇതവിടെ വന്നു, അത് തെറ്റ് തന്നെ പിടുത്തുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഒന്നും സതീശൻ്റെ നിങ്ങൾക്കില്ല. ഇത് നിങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ആളതൊന്നുമല്ല, നിങ്ങൾക്ക് കുറേ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ബുദ്ധിമാനായിരുന്നെങ്കിൽ നിങ്ങൾ ജനങ്ങളെ നോട്ട് ചെയ്യുന്ന വരുമോ? അൻവർ ശക്തനായി, ഇന്നത്തെക്കാൾ ശക്തനായി വന്ന് ശക്തനായ പിണറായിക്കെതിരെയും ശക്തരായ ആർഎസിനെതിരെയും അതുപോലെ ശക്തരായ DGP ആണ്, IG അല്ല, DGPക്കെതിരെയും കാര്യകാരണ സഹിതം 100 കാര്യകാരണ സഹിതം പ്രശ്നമുണ്ടെന്ന് കാണിച്ച് ഉദാര സഹിതം വന്ന് പാർട്ടി വിട്ട് അവിടുന്ന് തെന്നിപ്പോന്ന് രാജ്യം വെച്ചു MLA സ്ഥലം. നിങ്ങൾ എന്നിട്ട് ചേർത്ത് എത്രയോ നിങ്ങളുടെ ബുദ്ധി സതീശ, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ മാത്രമാണ് ബുദ്ധി രാഷ്ട്രീയം എന്ന് പറയരുത്. കേവലം 1.5% മാത്രമുള്ള ആദിവാസികളുടെ കൂടെ മുന്നണിയിൽ അൻവറിനെയും ചേർത്തു. ഏത് പണ്ട് VP സിംഗ് പ്രധാനമന്ത്രിയായപ്പോഴേ VP സിംഗിന് കൂടെ EMS ഉണ്ടായി. പണ്ട് EMS വരുമ്പോൾ പ്രധാന വാർത്ത അതാണ്. ഇത് VP സിംഗിന് കൂടെ EMS ഉണ്ടായത് വാർത്ത പറയുമ്പോഴാണ്. നിങ്ങൾ 1.5% ആരാണ്? ജാനുവിൻ്റെ കൂടെ 40% വർഗത്തിലാണ് നമുക്ക് അൻവർ. അത് നിങ്ങൾ ചേർത്ത് തന്നെയല്ല. ട്രിവാൻഡ്രത്ത് ഒരാൾ ചേർത്തിട്ട് അയാൾ അപ്പം തന്നെ പറയും ഞാൻ ചേർന്നിട്ടില്ല, കളവാണെന്ന്. ഒന്ന് ആലോചിച്ചോളൂ. നിങ്ങൾ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആളല്ലേ, നിങ്ങളുടെ ഓരോ കഴിവേടും പറഞ്ഞില്ലേ പറ്റില്ല. മറ്റ് ചിലർ പറയുമ്പോൾ അത് ഇഷ്ടക്കുറവുണ്ടും അല്ലെങ്കിൽ വൈരാഗ്യമുണ്ട്. എനിക്ക് നിങ്ങളോട് വൈരാഗ്യമില്ല, കാരണം നമ്മളൊന്നും ഒരിക്കലും ഒരുമിച്ച് വരാൻ പോകുന്നില്ല. എത്രയോ ഹയസ്റ്റ് മാനാണ്, ഞങ്ങളൊക്കെ ലോവസ്റ്റ് ആളാണ്, അതൊന്നും വരില്ല. പക്ഷെ നിങ്ങൾ പ്രവൃത്തി മനസ്സിലാക്കണം. അങ്ങനെ വരുന്നതുകൊണ്ട് നിങ്ങൾ 100% അത്ര അഹങ്കരിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. പാർട്ടി പറയുമ്പോൾ കേട്ട് പാർട്ടിയുടെ അച്ചടക്കം നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയി 2 വർഷം മന്ത്രിയായിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കോ പിന്നെ രമേശിനോ അടുത്ത മുഖ്യമന്ത്രിയാകാം, തെറ്റൊന്നുമില്ല. അപ്പോഴും മനസ്സിലാക്കണം, 30% വോട്ട് തരുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. അതിൽ 4/1 മാത്രമേ ലീഗിൻ്റെ ഷെയറുള്ളൂ. അത് അത്രേ ഉള്ളൂ എന്ന് സതീഷ് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. സതീഷ് എന്തെങ്കിലും മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞ് നേരെ തങ്ങളുടെ അടുത്തേക്കും കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് പോരാ. ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി കാണുന്നത് കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ല. ആകെയുള്ള മുസ്ലിം വോട്ടർമാരിൽ കേരളത്തിൽ 4/1
അല്ലെങ്കിൽ മാക്സിമം 1/3 പോലും ഇല്ല മുസ്ലിങ്ങൾ ലീഗിന് പോലും. ഇത് അവരുള്ള സംഘടിതരാണ്, ശക്തരാണ്, കുറച്ചൊക്കെ വലിയ കുഴപ്പക്കാരൊന്നുമില്ല, ഒരു ശക്തിയൊക്കെ ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ അവർ മുസ്ലിമിൻ്റെ പേര് മാറ്റി വരികയാണെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയാകാം, ഒരു സംശയമില്ല. അല്ലെങ്കിൽ അവരെ ഒരു പരിധിക്കുള്ളിൽ നിങ്ങൾ പൊക്കി വിട്ടരുത്. പൊക്കി വിട്ടാൽ നിങ്ങളുടെ ലീഗിൻ്റെ കൺട്രോളിലാണ് കോൺഗ്രസ് എന്ന് വരുന്നത് നല്ലതല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മണിപ്പൂരിൽ ഉണ്ടായപ്പോൾ കത്തോലിക്ക എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പല പ്രാവശ്യം പഠിച്ചത് പാർട്ടി ഗുണമല്ല, BJP ഗുണമാണത്. അപ്പോൾ നിങ്ങൾ ലീഗിനെ പൊക്കിപ്പിടിച്ച് കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും അത് കാണിച്ച് മുസ്ലിം സമുദായം നമ്മുടെ കയ്യിലാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ അവരെക്കാളും മണ്ടൻ വേറെ ഇല്ലോട്ട് സതീശ. മനസ്സിലായില്ലേ? വേറെ ഇല്ല. പക്ഷെ നിങ്ങളങ്ങ് ധരിക്കുന്നില്ല, അത് അവരാണ് മുഴുവൻ എന്ന് നിങ്ങൾ ധരിക്കുക. പക്ഷേ അത് വെറും അഭിനയം മാത്രമാണ്. അവരുടെ അടുത്ത് നിങ്ങൾ അഭിനയിക്കുക മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജയിച്ച് നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മുസ്ലിം ലീഗിൻ്റെ വെപ്പളത്തിയൊന്നും നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അത് പോയി പണിയൊക്കെ പറയും. അങ്ങനെ ആരും രക്ഷക്ക് നിങ്ങളുണ്ട്, ഇല്ലാതെ കുറ്റം പറയില്ല. അപ്പോൾ അതുകൊണ്ട് സതീശൻ ജി, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, സങ്കടപ്പെട്ട കാര്യമില്ല. പിന്നെ ഞാൻ മനസ്സിൽ ഉണ്ടാവില്ല എന്നൊക്കെ പാട്ടപ്രസംഗം, അത് കവലപ്രസംഗമൊന്നും ആവശ്യമില്ല. നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ കോൺഗ്രസ് കീഴിലുള്ളതാണ്. ആ കോൺഗ്രസ് മുകളിൽ സംഘടനയുണ്ട്, AICC. ആ AICCയുടെ കൺട്രോളിലാണ് നിങ്ങളെന്ന കാര്യം മറക്കരുത്. അപ്പോൾ AICC തീരുമാനമെടുത്താൽ അത് നിങ്ങൾ അത് അച്ചടക്കത്തോടെ അനുസരിക്കുക. അവിടെ നിങ്ങൾ സഹിക്കും. ഇപ്പോൾ BRM ഷഫീഖ് എന്ന ഒരാൾ പയ്യല്ലേ വിടുക്കായത്, നിങ്ങൾ കൊടുത്തില്ലല്ലോ, അതിന് പണക്കുറവുണ്ട്. അതുകൊണ്ട് അവനിപ്പോൾ പാർട്ടി വിട്ടുപോയിട്ടില്ല, പക്ഷേ വക്കീൽ പ്രാക്ടീസ് ചെയ്യണം. ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് വിചാരിച്ചു കോൺഗ്രസ് വേണ്ടി നിസ്തുല്യ സേവന ചെയ്ത ഒരാണ് ഈ BR ഷഫീഖൊക്കെ. അയാൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾ കൊടുത്തില്ല. കൊടുത്തവർക്ക് അവനക്ക് കഴിവുള്ള നിങ്ങൾ വളർത്തില്ല. ഞങ്ങൾ അഹമ്മദ് കബീർ സാഹിബുള്ളപ്പള്ളി ഇബ്രാഹിം കുഞ്ഞാൽ കൊണ്ടുവന്ന് കുഞ്ഞാലിക്കുട്ടി വെച്ചത്, കുഞ്ഞാലിക്കുട്ടി തീരുന്നുള്ളൂ. അഹമ്മദ് കബീറല്ല, താഴെ നിൽക്കില്ല. അയാൾ ബാക്ക് ഫയൽ കൂട്ടാൻ പറയും. അതായത് മരിച്ചുപോയി VR കൃഷ്ണയുടെ ഒപ്പം സംസാരിക്കാൻ ഭാഷാശുദ്ധിയും അല്പവും കഴിവുള്ള ഗ്രാഹ്യമുള്ള 2 പേരുണ്ട് കേരളത്തിൽ. ഒന്ന് ഈ അഹമ്മദ് കബീറും ഒന്ന് KT ജലീലുമാണ്. ഈ ജലീലിനെ ലീഗിൽ നിന്ന് വിട്ട് ഞാൻ 4-5 മണിക്കൂർ ഞങ്ങൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ സംസാരിച്ചു. അവിടെ നിന്ന് എന്തിനാ ഉണ്ടോള് ഈ പോരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് LDF വന്ന് മന്ത്രി ചെയ്തൊക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ അതുകൊണ്ട് സതീശൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരാണ്. ഒരിക്കൽ കൂടി പറയണം, നിങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് പറഞ്ഞാൽ ചിന്തിക്കണമെങ്കിൽ ആ ചിന്ത ഏറ്റവും മോശമാണ്. നിങ്ങൾ ലീഗും കുഞ്ഞാക്കായ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ശരിയാണെന്ന് അതും തെറ്റാണ്. ഇവർക്കെല്ലാം അതിലേത് കഴിവുണ്ട്, ശക്തിയുണ്ട്, സംശയമില്ല. നിങ്ങൾക്ക് ചില കഴിവുണ്ട്, ശക്തി, അതൊന്നും സംശയമൊന്നുമില്ല. പിന്നെ രമേശ് കാളൊക്കെ നിങ്ങൾ ബുദ്ധിമാനാണ്, നിങ്ങൾ വക്കീൽ കൂടിയാണല്ലോ. രമേശ് ബാബു രവിയിലെ വക്കീലാണോ? അല്ലെന്ന് എൻ്റെ ഓർമ്മ, അല്ലെന്ന്. അപ്പോൾ പക്ഷേ നിങ്ങൾ അധികമായിട്ട് ഞാനില്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭരണം ഉണ്ടാവില്ല, ഞാൻ മന്ത്രിസഭയിൽ വരില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ധിക്കാരത്തിൻ്റെ ഭാഷയാണ് സതീശൻജി. ഒരു പക്ഷേ നിങ്ങൾ നാളെ മുഖ്യമന്ത്രി ആണെങ്കിൽ സന്തോഷമുള്ള, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ചെയ്യേണ്ടത് VM സുധീരനെ മുഖ്യമന്ത്രിയാക്കുക. കുഴപ്പക്കാരല്ല. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് ജയറാമിൻ്റെ സിനിമയില്ല മിനിമം ഗ്യാരണ്ടിയുള്ള, അത് അമിതമായിട്ടൊന്നുമില്ല, മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമയാണ് എന്ന് പറയുന്നത്. മിനിമം ഗ്യാരണ്ടിയുള്ള ആളാണ് സുധീരൻ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഓടിപ്പഞ്ഞ് നടക്കുന്ന പുള്ളി ഇടപെടുന്നത്. അത് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അതിലായിക്കുന്നേ, അപ്പോൾ നമുക്ക് ആലോചിക്കുകയല്ലോ. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഷാഫിയെ. ഞാൻ ഷാഫിയുടെ ആളൊന്നുമില്ല, ഷാഫിയുടെ ചില പ്രവർത്തിക്കാനും എതിരെ ആളാണ്. ഇപ്പോൾ സതീശോട് പറഞ്ഞ പോലെ സതീശൻ നായരായതുകൊണ്ട് നമ്മൾ എതിർക്കുന്നില്ല, അല്ലെങ്കിൽ ഷാഫി മുസ്ലിമായിട്ട് അനുവദിക്കുന്നില്ല. ഷാഫി ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ആദ്യം സത്യപ്രതൊക്കെ തെറ്റാണ്. എങ്കിലും ഷാഫിയെ മറ്റ് അതിനേക്കുള്ള പറ്റിയ ആൾ ഇന്ന് കേരളത്തിൽ KPC പ്രസിഡൻ്റ് ആകാൻ സാധ്യയില്ല. സിദ്ദീഖൊന്നും അത്ര പോരാ. പിന്നെ വർക്കല കഹാറൊക്കെ ഈജുപോയി. ഇത് ചെറുപ്പമാണ്, വലിയ കുഴപ്പം. ജനങ്ങൾ കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂടെ ജനങ്ങളുണ്ട്. പക്ഷെ ആ ജനങ്ങൾ ഉണ്ടെങ്കിൽ അവൻ തകർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംഘപരിവാറും ഇവിടെ ചില ക്രിസംഖികളൊക്കെ ചെയ്തറിയോ, അവൻ വർഗീയവാദിയാണ്, തീവ്രവാദിയാണ്, മുസ്ലിംവാദിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോയി പണിയൊക്കെ ജനങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ 2 കാര്യം, VM സുധീരനെ തൽക്കാലം മുഖ്യമന്ത്രിയായിട്ട് ഒരിക്കൽ പിന്നെ ആരോഗ്യമന്ത്രിക്കാണ് സ്പീക്കർക്കായിരുന്ന ആൾ മുഖ്യമന്ത്രിയായിട്ടില്ല കൊടുക്കുക. അപ്പോൾ 2 പേരുണ്ട്. ഒന്ന് ഈഴവരുടെ ബാധ്യത കിട്ടിയവരും മറ്റൊന്ന് അത് ഈഴവ സമുദായത്തിൽ 40% UDFിലേക്ക് കൊണ്ടുവരിക. അതായത് മുസ്ലിം ലീഗിൻ്റെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന രീതി മാറ്റുക.
മുസ്ലിങ്ങളെ ആശ്രയിക്കേണ്ടി വരും, കാരണം മൊത്തത്തിൽ എണ്ണവരല്ലേ അതുകൊണ്ട്. പക്ഷെ മുസ്ലിം ലീഗിനെ ആശ്രയിക്കുന്നതും മുസ്ലിങ്ങളിലെ ആശ്രയിക്കുന്നതും വ്യത്യാസമുണ്ട്. ദ മാസ്റ്റർ ടോട്ട് ലാറ്റിൻ ടു ജോൺ എന്നുണ്ട്. അത് ജോണിനെ ലാറ്റിൻ ഭാഷ പഠിപ്പിക്കാന്നാണ്. അവിടെ ജോണിനാണ് പ്രാധാന്യം. ദ മാസ്റ്റർ ടോട്ട് ലാറ്റിൻ ടു ജോൺ എന്നുണ്ട്. അവിടെ ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിക്കാന്നാണ്. എന്ന് പറഞ്ഞാൽ ജോണിനല്ലോട് പ്രാധാന്യം, അവിടെ പ്രാധാന്യം ആർക്കാണുള്ളത്? ലാറ്റിൻ ഭാഷക്കാർ. അത് പ്രോത്സാഹിക്കാൻ പറ്റില്ല, ആളുടെ കപ്പാസിറ്റി നോക്കട്ടെ. അതുപോലെ നിങ്ങൾ മുസ്ലിം ലീഗിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് നല്ലതല്ല, രാജ്യത്ത് നല്ലതല്ല, അവർക്കും നല്ലതല്ല. കാരണം മറ്റുള്ള സമുദായങ്ങൾ പിണങ്ങാൻ സാധ്യതയുണ്ട്. മറിച്ച് മുസ്ലിം സമുദായത്തെ ഒഴിവാക്കാൻ പറ്റില്ല. അത് എവണ്ണുണ്ടല്ലോ, അത് ആരും വിളിച്ചാലും കളയാൻ പറ്റില്ല. അത് ഈ വിഭാഗത്ത് കുഴപ്പമില്ല, 25% ഉണ്ട്. പക്ഷേ അതുപോലെ ഇന്ന് 80-85% LDF പോയേക്കാണ്. അത് തിരിച്ച് 40% എടുക്കും. ഈ അടൂർ പ്രകാശം ഉൾപ്പെടെ ഈ VS സുധീറിന് മുഖ്യ 40% എടുത്തു കഴിയുമ്പോൾ ഇത് ശക്തമാകും. കേരളത്തിൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് ന്യായമായ അർഹമായ സ്ഥാനം, അല്ലാതെ അന്യായം കൊടുക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനം തൽക്കാലം കൊടുക്കുക. നമ്മൾ പറഞ്ഞെങ്കിലും അത് നമ്മൾ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. കാരണം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴേ ഈ ഒരു മുസ്ലിം കൂടെ മുഖ്യമന്ത്രിയാക്കി ഒഴിവാക്കാൻ വേണമെങ്കിൽ. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വളരെ ശുഭകരമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇനിയെങ്കിലും കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.